ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇവിടെ ഇപ്പോൾ രാവിലെ 7:40 ആയതേ ഉള്ളേ. പക്ഷെ ഭയങ്കര കൂരിരുട്ടായിട്ടിരിക്കുക, മഴക്കാറ്. കഴിഞ്ഞ ദിവസം കിണറ്റിൽ ചെന്ന് ഞാനിങ്ങനെ എത്തി നോക്കിയപ്പോഴത്തേക്കിനും വെള്ളം കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എനിക്ക് പേടി, പെട്ടെന്നെങ്ങാനും ഈ ഭയങ്കര ചൂടല്ലേ, ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലല്ലോ, വെയിലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ വെള്ളം പറ്റി അങ്ങ് പോവുമായിരിക്കും. നമുക്കിങ്ങനെ പറ്റുന്ന ഒരു പരിപാടി ഇല്ല ഇവിടെ. വെള്ളം പറ്റൽ ഈ പ്രദേശത്തെങ്ങും ഇല്ല. കാരണം ഇവിടെ എല്ലാം നല്ല ചതുപ്പ്, നല്ല ഉറവയും ഇങ്ങനെ ഒഴുക്കുമൊക്കെ ഉള്ള സ്ഥലമാണ്. തോട് നമ്മുടെ വീടിൻ്റെ വാതിക്കൽ കൂടെ, ഈ കിണറിൻ്റെ താഴത്തെ തൊടിയിൽ കൂടെ തോട് ഉണ്ട്, ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ കൈത്തോട് പോലെ ഇല്ല, അങ്ങനെ ഒഴുകുന്നുണ്ട്. പക്ഷേ പിന്നെ മഴ ഇപ്പോൾ കുറച്ച് 2 ആഴ്ചയായിട്ട് പെയ്തില്ലെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഒരു 5-6 മഴ ഇവിടെ കിട്ടിയതാണേ. അപ്പോൾ ഈ കൊടും വെയിലായതുകൊണ്ട് തോടും ഇങ്ങനെ ചെറിയൊരു നീരുണ്ടെന്നല്ലാതെ വെള്ളമില്ല, പറ്റി ഇങ്ങനെ കിടക്കുവാണ്. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, ചെന്ന് നോക്കുമ്പോൾ കിണറ്റിൽ ഇങ്ങനെ വെള്ളം കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഒന്നാമതെ പുതിയ കിണർ, പിന്നെ പഴയ കിണറിൻ്റെ അത്രയും വലിപ്പവും ഇല്ല, ഇങ്ങനെ താഴോട്ടും ഇല്ല, വിസ്താരവും ഇല്ല. നമ്മൾ കുറച്ച് താത്തപ്പോഴേ ഇതിൽ പോലെ ഇങ്ങനെ തോന്നിയോണ്ട് പഴയ കിണർ ഇടിഞ്ഞ പോലെ ഇനി ഇടിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് പിന്നെ കുറേ റിങ് ആയപ്പോഴത്തേക്കിനും നമ്മളങ്ങ് നിർത്തി. കുറേ റിങ്ങല്ല, കുറേ ആയപ്പോൾ അങ്ങ് നിർത്തിയിട്ട് റിങ് അങ്ങ് പെട്ടെന്ന് ഇറക്കി പരിപാടി തീർത്ത് കയറുമായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്ക് അന്നേരം തൊട്ട് ആദ്യമായിരുന്നു. പണ്ടത്തെ കിണറിൻ്റെ അത്രയും വട്ടവും ഇല്ല, താഴ്ചയും ഇല്ലാത്തപ്പം വേനൽ കൊടുംവെയിലാകുമ്പം മാർച്ച് ഏപ്രിൽ മെയ് ഭയങ്കര കൊടുംവെയിലല്ലേ, അന്നേരം ഇത് വെള്ളം പറ്റുമോന്നേ. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ചെന്ന് നോക്കുവേ. പക്ഷേങ്കിൽ മിനിയാന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും വെള്ളം കുറയുന്ന പോലെ എനിക്കൊരു തോന്നൽ, പക്ഷേങ്കിൽ കുറവില്ലായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ മോട്ടർ ഇടുമ്പോഴെല്ലാം ടാങ്കി വെള്ളം കയറുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ കിണറ്റി വലിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പേടിച്ചു പോയേ. ഞാനാണെങ്കിൽ ഓടി വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, കിണറ്റിൽ വെള്ളം കുറയുന്ന പോലെ തോന്നുന്നുണ്ട്, കർത്താവേ, എത്ര കാലമായി മഴ പെയ്തിട്ട്, 5-6 മഴ തന്നു, നന്ദിയുണ്ട്. പിന്നെ ഇനിയിപ്പം പെയ്തിട്ട് ഒത്തിരി ആയി, അത് കാരണം ഭയങ്കര ചൂടുമല്ലേ, ഒരു രക്ഷയില്ല. പിന്നെ മഴ പെയ്തില്ലെങ്കിൽ കിണറ്റിലെ വെള്ളമൊക്കെ പറ്റുമെന്നാണ് തോന്നുന്നത്. എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. പിന്നെ എനിക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. യേശുപ്പിച്ച മഴ തരണം, മഴ തന്നേ പറ്റത്തുള്ളൂ. പിന്നെ മൂടിക്കിടക്കുവാണല്ലോ, ഈ സന്ധ്യയ്ക്കൊക്കെ മൂടിക്കിടക്കുവേ, പിന്നെ മഴക്കാറും മൂടി, പക്ഷെ മഴ പെയ്യത്തില്ല. ഞാൻ പറഞ്ഞ കിഴക്ക് ഭാഗത്തൊക്കെ മഴ പെയ്യുന്നുണ്ടല്ലോ, നല്ല മഴക്കാർ. യേശുപ്പിച്ചനോട് പറയാം, നല്ല മഴക്കാറുണ്ടല്ലോ, പിന്നെ എന്നെ ഇങ്ങോട്ട് വിടാത്ത മഴ. യേശുപ്പിച്ച കിഴക്ക് പെയ്ക്കുന്ന ആ മഴയെല്ലാം ഇങ്ങോട്ട് ഇതാ. യേശുപ്പിച്ചൻ പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. പിന്നെ യേശുവിൻ്റെ നാമത്തിൽ കിഴക്ക് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറു നിന്നുമുള്ള മഴയെല്ലാം ജോമയുടെ വീട്ടിലോട്ട് പെയ്യട്ടെ, ജോമയുടെ കിണറ്റിലോട്ട് വെള്ളം വരട്ടെ, കിണർ നിറയട്ടെ എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ച്. എനിക്ക് കരച്ചിലും വരുന്നുണ്ട്. ആരൻ ഇവിടെ ദിവാനയിലിരുന്ന് വയലിൻ പ്രാക്ടീസ് ചെയ്യുക. ഞാനന്നേരം ഇങ്ങനെ കൈപൊക്കി സെറ്റിയിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഇലയെല്ലാം കാറ്റങ്ങ് അടിച്ച് മരങ്ങളുടെ എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഇളകും. അപ്പോൾ എനിക്ക് മനസ്സിൽ സന്തോഷം വന്നു. യേശുപ്പിച്ച മഴ പെയ്ച്ച് തരാൻ പോവാന്ന് ഭയങ്കര സന്തോഷം വന്നേ. ഞാൻ എന്നിട്ട് പിന്നെയും പ്രാർത്ഥന അങ്ങ് നീട്ടി. മഴ പെയ്യുന്നവരെ പ്രാർത്ഥിച്ചേ അടങ്ങുള്ളെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ച്. അപ്പോൾ ഉണ്ടല്ലോ, ചെറിയൊരു ക്ലിക്ക് നമ്മളുടെ ഓടും ഷീറ്റും അല്ലേ, പണ്ടത്തെ വീടല്ലേ, ഈ ഷീറ്റിൻ്റെ പൊക്കത്തോട്ട് ഇങ്ങനെ കുറച്ച് മഴത്തുള്ളിയൊക്കെ വീഴുമ്പോൾ ഒരു ഒച്ചയൊക്കെ കേൾക്കത്തില്ലേ, അങ്ങനെയെല്ലാം ഇങ്ങനെ ഇരുട്ടിയോണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി പിന്നെ പോയില്ലേ. പക്ഷെ ജനലിൽ കൂടെ നമുക്ക് നോക്കുമ്പം ഓരോ തുള്ളിയാണ് അറിയാൻ പറ്റത്തില്ല, ഇതിൻ്റെ മേളിൽ വീഴുന്ന ഒച്ച കേൾക്കുന്നത് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉടനെ സന്തോഷിച്ചു കേട്ടോ. പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും
പിന്നെ ചെറുതായിട്ട് അനക്കം വെച്ച് വന്നപ്പോഴത്തേക്കിന് എനിക്ക് സന്തോഷമായി. ഞാൻ പ്രാർത്ഥന നിർത്തി. പിന്നെ കഞ്ഞി കുടിക്കാനും അതിനും എല്ലാം പോയി. സന്ധി പ്രാർത്ഥനയ്ക്കും അതിനുമൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ കിടക്കാനായിട്ട് ആശർ വരുമ്പോൾ ഒത്തിരി രാത്രിയാകത്തില്ല. അപ്പം ഞാനും ആരണം മുറിയിലോട്ട് കയറി. ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോസ് എല്ലാം ഇരുന്ന് ഇങ്ങനെ എല്ലാവരെയും കാണുമല്ലോ വെളുപ്പിനെ വരെ, ആശർ വരുന്നവരെ. ഇപ്പം വെളുപ്പിനെ 2 മണി വരെയുള്ള ഇരിപ്പില്ല. പകലൊക്കെ എങ്ങനെയും സമയം ഉണ്ടാക്കി കുറേ കാണുവേ. പകൽ ഉറങ്ങത്തൊന്നുമില്ല, അതുകൊണ്ട് ആ സമയത്തും കുറേ കാണും. അങ്ങനെ എല്ലാവരുടെയും തീർത്തിട്ട് ആശർ വരുമ്പോഴത്തേക്കിനും എല്ലാവരുടെയും തീരും. ആശർ 12 മണി 12:30 ആകുമ്പോഴേ ഇപ്പോൾ വരുന്നു. ഒത്തിരി പിന്നെ തിരക്കായി, ഇപ്പം ഭയങ്കര തിരക്കാണ്. അപ്പോൾ അങ്ങനെ ആശർ വരുന്നോടം വരെയൊക്കെ ഇരുന്നെല്ലാം കാണുവേ. അപ്പോൾ ഞാനും ആരണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ ചെറിയ കുടകുടാന്നൊച്ചയെ, വലിയ ഇടിയല്ല, ചെറിയ രീതിയിൽ ഇടി. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞു ചെവി ഓർത്തോണ്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞു മഴ പെയ്യുമെന്ന് തോന്നുന്നു പറഞ്ഞു. പെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓടിച്ചെന്ന് എല്ലാം ഊരിയിട്ടു, മിന്നൽ ഉറക്കാപ്പുറത്തേ വരത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ആരൻ പോയി എല്ലാം ഊരിയൊക്കെ പ്ലഗെല്ലാം എല്ലാവരും ഊരിയിട്ടാൽ മതി, നമുക്ക് ഇടിമിന്നലൊന്നും വന്നാൽ ഒന്നും നശിച്ചു പോകത്തില്ല. അങ്ങനെ എല്ലാം ഊരിയിട്ട് ഞാനിങ്ങനെ ചെവിയോർത്തിരിക്കാൻ, മഴ കടകടാന്നിങ്ങനെ ഷീറ്റിൻ്റെ മേളിൽ വീഴുന്നുണ്ടോ. ഒരു 5 മിനിറ്റ് വലിയ മസിൽ പിടിച്ച് നിന്നേ. ഇടി വന്നിട്ടും ചെറിയ മിന്നൽ വന്നിട്ടും ഒന്നും പെയ്യുന്നില്ല, കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആന മഴയൊന്നുമല്ല, പക്ഷേ നല്ലതായിട്ട് നമുക്ക് കിണറ്റിലും ഒരു ഇച്ചിരി വെള്ളമൊക്കെ വരുന്ന പോലെ, പിന്നെ ചെടിയും കൃഷിയെല്ലാം നല്ലതായിട്ട് നനയുന്ന പോലെയും മഴ പെയ്തു. അതങ്ങനെ. എന്നിട്ട് ഞങ്ങൾ ഇന്നലെ പകൽ മരിച്ചെടുത്തൊക്കെ ജോലിയെല്ലാം തീർത്തിട്ട് ആരൻ സ്കൂളിൽ നിന്ന് 10:30 വന്നപ്പോൾ 10:45 വന്നപ്പോൾ ഞാനും ആരനും കൂടെ കഴിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയല്ലോ. മരിച്ചെടുത്ത് അങ്ങ് 14 മൈലാണ് പോയല്ലോ. എൻ്റെ കുഞ്ഞുങ്ങളെ ഈ സ്റ്റെപ്പും കയറി വഴിയിൽ നിന്നപ്പോൾ തൊട്ട് ഞങ്ങളങ്ങ് പൊള്ളുവാണേ. താറ് പഴുത്ത് അവിടെ അങ്ങ് നിൽക്കാൻ മേല. റബ്ബറൊക്കെ നിൽക്കുന്നതിൻ്റെ അടി വന്ന് ഞങ്ങൾ നിന്നിട്ട് പോലും നിൽക്കാൻ മേല. ഓട്ടോയ്ക്കൊന്നും കൈ കാണിച്ചിട്ട് ഓട്ടോ ഒന്നും വരുന്നില്ല. വന്നാൽ അല്ലല്ലേ ഉള്ളൂ കൈ കാണിക്കും. ഒറ്റ ഓട്ടോ വരുന്നില്ല. ഞങ്ങളുടെ ഇതിലെ ഉള്ള ബസ് പിന്നെ 2 മണിക്കേ ഉള്ളൂ. അങ്ങനെയെല്ലാം കൂടെ ആയി ആകപ്പാട് ഞങ്ങൾ വെയിൽ കൊണ്ട് മടുത്ത്. കുട കയ്യിലുണ്ടേ, കുടയ്ക്കകത്തുനിന്നൊക്കെ ഇങ്ങനെ പിന്നെയും തലയിലോട്ടും മുഖത്തോട്ടും എല്ലാം അടിക്കുക. എൻ്റെ പൊന്നോ, കരിഞ്ഞ് പുകഞ്ഞു പോയി. ഞങ്ങളിവിടെ ഒരു 10 മിനിറ്റ് നിന്നപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ താഴോട്ട് നടന്ന് വെയിറ്റിംഗ് ഷെഡിൽ പോയി. ആ താഴെ വെയിറ്റിംഗ് ഷെഡുണ്ട്, അവിടെ പോയിരുന്നപ്പോൾ ഇല്ല, വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കാൻ മേലെന്ന്. ആ താറ് പഴുത്ത് നമ്മളെ ഇങ്ങനെ തീ നമ്മുടെ ഇവിടെ കത്തിച്ച് അങ്ങനെ ഇരിക്കും. അതുപോലെ ഈ മനുഷ്യരെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങുന്നില്ലാത്തതാണ് അറിയുന്നില്ല. ആശർ ഇതൊക്കെ അറിയുന്നുണ്ട്. ആശർ ബാങ്കിൽ പൈസ ഇടാനായിട്ടൊക്കെ പോയി. അന്നേരം ആശർ ഇത് അനുഭവിക്കുന്നുണ്ട്. ആശറെല്ലാം കരുവാളിച്ചിരിക്കുന്നു. ആശറിനെ ഞായറാഴ്ച പിടിച്ചിരുത്തി വല്ലതൊന്ന് തേച്ച് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ നാളെ കഴിഞ്ഞ് ഞായറാഴ്ച എൻ്റെ അമ്മാച്ചൻ്റെ മകളുടെ എൻഗേജ്മെൻറ്റ് രാമപുരത്ത്, പാലാ രാമപുരത്ത്. അത് കാരണം അന്നേരവും പിന്നെ പോയിട്ടെല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ ക്ഷീണിച്ചൊന്നും തേക്കത്തില്ല. നോക്കട്ടെ, എങ്ങനെയെല്ലാം കൊച്ചിൻ്റെ മുഖത്തും തേച്ച് കൊടുക്കണം. എല്ലാം കരുവാളിച്ചിരിക്കുക കൊച്ച്. പിന്നെ അതിങ്ങനെ ഷീൽഡുള്ള ഹെൽമറ്റുണ്ട്, അത് വെക്കണ്ടേ, അത് ഇല്ലാത്തതാണ് വെച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ അതുകൊണ്ടല്ലേ. എന്നിട്ട് പിന്നെ ഞാനും ആരണം ആ വെയിറ്റിംഗ് ഷെഡിൽ കുറേ നേരം ഇരുന്നപ്പോൾ ആരണം അന്നേരം ഓപ്പോസിറ്റ് ഒരു കടയുള്ളിടത്തുനിന്ന് പോയി 2 സിപ്പപ്പ്, ഒരു മാംഗോ ജ്യൂസ് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനതൊക്കെ മടുമടാന്ന് മാറ്റി സിപ്പപ്പ് എല്ലാം വലിച്ചു വാരി. പക്ഷെ അങ്ങനെ ചെയ്യരുതേ. ഇന്നലെ പനി വന്നതിന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വന്നില്ല. പിന്നെ അത്രയും വെയിൽ കൊണ്ട് ശ്വാസം മുട്ടി ഇരിക്കുമ്പോൾ ഇല്ലേ, നമ്മൾ തണുത്തത് കഴിക്കുകയേ ചെയ്യരുത്. നമ്മൾ കുഴഞ്ഞ് വീണൊക്കെ മരിക്കുന്നില്ലേ ഇപ്പം ഓരോരുത്തർ, അതങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പക്ഷേ നാക്കങ്ങ് പറ്റിയിട്ട് ഒരു രക്ഷയില്ലാഞ്ഞിട്ട് അങ്ങ് കഴിച്ചു പോയതാണ്. എന്നിട്ട് പിന്നെ ഞങ്ങളത് സിപ്പപ്പും ഇങ്ങനെ ചിമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഓട്ടോക്കാരൻ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ആളെ ഇറക്കി വിടാൻ വന്നു. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് അയാളെ കൈ കാണിച്ച് തിരിച്ചു വന്നപ്പോഴേ കളത്തിപ്പടിയിലോട്ടൊന്ന് ഇറക്കാമോന്ന് വാന്ന് പറഞ്ഞ് കളത്തിപ്പടിക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ സമയം നോക്കുമ്പോൾ സമയം പോയി. ഇത്രയും സമയമായില്ലേ. പിന്നെ എന്നിട്ട് 3 മണിക്ക് അവിടെ എടുക്കുകയും ചെയ്തു.
ഒരു മണിക്കൂറെങ്കിലും വേണ്ട അവിടം വരെ ബസ്സിലൊക്കെ പോയി അങ്ങ് ചെല്ലാൻ വേണ്ടി. ബസ്സിൽ ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് ശകലം അങ്ങ് പോവുകയൊക്കെ വേണം. അപ്പം പിന്നെ വെയിലും കൊണ്ട് മടുക്കുകയും ചെയ്യും, പിന്നെ സമയവും പോവും. നാണം കേടല്ലേ, ഹസ്ബൻഡിൻ്റെ പെങ്ങളല്ലേ. പെങ്ങളെന്ന് പറയുമ്പോൾ അമ്മാച്ചൻ്റെ മോളെന്ന് പറയുമ്പോൾ പെങ്ങളല്ലേ, മോശമല്ലേ എടുക്കാൻ നേരമൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തപ്പം നമ്മൾ മാന്യമായിട്ടൊക്കെ ചെയ്യണ്ടേ. അന്നേരം ഞാൻ പറഞ്ഞു, കുഞ്ഞു ഇനി ഈ ഓട്ടോ കളത്തിപ്പടി ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ വെയിൽ കൊണ്ട് ബസ് വരുന്നോ നോക്കി അവിടുന്ന് പിന്നെ ചെന്ന് നമുക്കറിയാൻ മേലാത്ത വീടുമാണ്. നമ്മൾ പിന്നെ അവിടുന്ന് ഓട്ടോ പിടിച്ചൊക്കെ ചെല്ലുമ്പോൾ മിക്കവാറും ഡെഡ് ബോഡി എടുക്കും പ്രാർത്ഥിച്ച്. നമുക്ക് നാണം കേടാണ്, എല്ലാവരും പഠിക്കത്തില്ല. അത് കാരണം നമുക്കൊരു കാര്യം ചെയ്യും, ഈ ഓട്ടോയിൽ തന്നെ അങ്ങ് പോകാമെന്നോ. അപ്പം ഞാൻ പതുക്കെ അയാളോട് ചോദിച്ചു, ഇന്ന സ്ഥലത്ത് പോകാനായിട്ട് എത്ര രൂപയാകുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് അയാൾ ഉടനെ ഗൂഗിളിൽ നോക്കി കിലോമീറ്റർ എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് ഇത്ര രൂപയാവും, കിലോമീറ്ററിന് 30 രൂപ വെച്ചാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഓർത്തു, പിന്നെ മതി, അല്ലാതെ ഇപ്പം എന്നാ എടുക്കുന്നത്, വെറുതെ വെയിലും കൊണ്ട് പിന്നെ മടുക്കത്തില്ല മനുഷ്യ. ഭയങ്കര വെയിൽ, അത്രയും ചൂട് ഇന്നലെ ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ പറയാവേ. എന്നിട്ട് ഞങ്ങൾ ഓട്ടോയിൽ അങ്ങ് പോയിട്ട് അയാൾ 10 മിനിറ്റ് 15 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത്, ഞങ്ങൾ പറഞ്ഞായിരുന്നു വീടിൻ്റെ വാതിക്കെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ. എന്നിട്ട് പെട്ടെന്ന് എല്ലാവരോടും പറഞ്ഞു, ഓട്ടോക്കാരൻ ധൃതി വെക്കുക, അതുകൊണ്ട് ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് റിലേറ്റീവ്സിനോടൊക്കെ ഇങ്ങനെ എക്സ്ക്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു കേട്ടോ. അല്ലാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോക്കാരൻ പോയി അടുത്ത ഓട്ടോ പിടിക്കുമ്പം പിന്നെ ഇരട്ടി രൂപ കൊടുക്കണ്ടേ. പിന്നെ എന്തായാലും ഞങ്ങൾ സോപ്പിട്ടൊക്കെ എല്ലാം പറഞ്ഞ് തൃപ്തിപ്പെടുത്തി എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ടിങ്ങി ഓട്ടോയിൽ കയറി പോകുന്നു കേട്ടോ. ഈ പോരുന്ന വഴിക്ക് ആരണൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടാവും. ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒന്നും എടുത്തില്ലായിരുന്നു, അങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ആരൻ എൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാതെ സങ്കടപ്പെട്ട് വാടി. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലും ഷൂ ഫുള്ളിങ്ങനെ കവർ ചെയ്ത ഷൂ ആയതുകൊണ്ട് കാലേ കുഴപ്പമില്ല. എന്നിട്ട് ആ ഷൂവിനകത്തൂടെ എനിക്ക് ചൂട് കയറിയിട്ട് കാല് ഭയങ്കര പഴുത്തിരിക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ എൻ്റെ കൈയും രണ്ടും ഓട്ടോയിലോട്ട് വെയിലൊക്കെ അടിച്ച് കയറുക. അപ്പോൾ കൈ രണ്ട് ആരൻ ഇരിക്കുന്ന സൈഡിലില്ലായിരുന്നു, വെയിലടിച്ച് അകത്തോട്ട് കയറുന്നില്ലായിരുന്നു, ഞാനിരിക്കുന്ന സൈഡിലായിരുന്നു. എന്നിട്ട് രണ്ട് കൈയും അങ്ങ് വല്ലാതെ പഴുത്ത പോലെ പിന്നെ വെയിൽ കൊണ്ട് വല്ലാതായി. മോഹമെല്ലാം അങ്ങ് വല്ലാതെ ഇങ്ങനെ, എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെ ഈ സ്കൂട്ടറിലൊക്കെ ആൾക്കാർ പോകുന്ന. ഞാൻ 22 വർഷം സ്കൂട്ടർ ഓടിച്ച് ചത്തയാളാണ്. പക്ഷേ ഇപ്പോഴത്തെ ചൂട് പറ്റത്തില്ല, ഗൾഫിലേക്കാളപ്പുറം. ഞാനിപ്പോൾ അങ്ങ് ആലോചിക്കിരുന്നു, ദൈവമേ ഇതുങ്ങളൊക്കെ എങ്ങനെ ഈ സ്കൂട്ടറെ ഈ സമയത്ത് പോകുന്നു. എന്നിട്ട് പൈപ്പ് ലൈൻ പണിയാനും ഓട പണിയാനും നമ്മുടെ KK റോഡിൽ ബംഗാളികൾ 5-6 കുപ്പി വെള്ളം അവരുടെ കൈ അടുക്കി പിടിച്ച് അങ്ങോട്ട് വെച്ചിട്ട് വെള്ളം കൂടി ഈ പണി ചെയ്ത്. എൻ്റെ പൊന്നോ എനിക്ക് സങ്കടം വരിക, എങ്ങനെ ഇങ്ങനെ ഇതുങ്ങൾ ഈ വെയിലത്ത് നിൽക്കുന്നതെന്ന് ഓർക്കുവാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആരൻ്റെ എൻ്റെ മുഖമൊക്കെ വല്ലാതെ ആയപ്പം കണ്ണും കാണാൻ വല്ല, കണ്ണിനകത്തോട്ട് ചൂടൊക്കെ അടിച്ചിട്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ചൂടാകുഞ്ഞു മുഖത്തെല്ലാം കൈ കരിയുന്നെന്നൊക്കെ പറയുവാണേ. അന്നേരം ഉടനെ ആരൻ കൂളിംഗ് ഗ്ലാസ് ഊരി എൻ്റെ കയ്യിലോട്ട് തന്നു. അത് വെച്ചപ്പോൾ എനിക്ക് കണ്ണിന് നല്ല സൂപ്പർ ഇതായിരുന്നു, ഒരു കുഴപ്പമില്ല. ഞാൻ ഓർക്കും അങ്ങനെ മൊത്തം ഇങ്ങനെ വെക്കാൻ വല്ല ഷീൽഡും വെച്ചുകൊണ്ട് അങ്ങനത്തെ കൂളിംഗ് ഉള്ളതൊക്കെ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ മേടിച്ച് വെച്ചുകൊണ്ട് വേണം എല്ലായിടത്തും ഇപ്പോൾ കയ്യിലൊക്കെ എന്നതേലും പരിപാടി ചെയ്യണം. എൻ്റെ പൊന്നോ അങ്ങ് വല്ലാതെ കേട്ടോ ചൂട്, ശരിയാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ പോയേച്ച് വന്ന് ആ ചൂടിൻ്റെ ആയിരുന്നു, അതാണ് ഞാൻ പറയാൻ വന്നത്. അത്രയും ചൂടിൻ്റെ ആയിരുന്നു. വൈകുന്നേരം ഇന്നലെയും മിനിയാന്ന് പ്രാർത്ഥിച്ച് മഴ പെയ്ച്ചില്ലേ, ഇന്നലെയും പിന്നെ സന്ധ്യയായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുമാതിരി കുഴപ്പമില്ലാത്ത തലേദിവസം പെയ്ത മഴയേക്കാൾ ഇച്ചിരി കൂടെ ഉള്ള മഴ പെയ്തു. അത് കഴിഞ്ഞിട്ട് അതൊന്നും എനിക്ക് തൃപ്തിയായില്ല. കാരണം കിണറ്റിൽ നല്ലതായിട്ട് വെള്ളം വന്നാലേ ഉള്ളല്ലോ നമുക്കൊരു സന്തോഷം. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ചങ്കിടിപ്പല്ലേ, ഈ ഭയങ്കര വെയിലല്ലേ, പറ്റി അങ്ങ് പോയെങ്കിലോ. അങ്ങനെ ഞാൻ ഉറവയുള്ളതുകൊണ്ട് പറ്റത്തില്ല, എന്നാലും നമ്മൾ ഈ ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയല്ലേ, എങ്ങോട്ട് പോകും, എവിടെ ചെല്ലും.
അങ്ങനെയെല്ലാം പിന്നെയും ഓർത്തു, വലിയ വലിയ മഴയൊന്നും ഇല്ലല്ലോ, കിണറ്റിൽ വെള്ളം കണ്ടമാനം വരാൻ മാത്രം ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ എന്നിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ കിടന്നു. രാത്രിയിൽ ഒരു 10:45 അരുണ് രാവിലെ എഴുന്നേൽക്കേണ്ടതുകൊണ്ട് നേരത്തെ കിടത്തും. ഒരു 10:30 വരെ മാക്സിമം, അത് കഴിഞ്ഞ് ഇരുത്തത്തില്ലേ. അന്നേരം ഞാൻ 10:45 ആയപ്പോൾ ഞാനും ആരൺ ഉറങ്ങി. എനിക്ക് ഉറങ്ങാൻ പറ്റുമോ, അഷറിന് കതവ് തുറന്നു കൊടുക്കണ്ടേ. അഷർ വന്നപ്പം 12 മണി കഴിഞ്ഞു, 12:45 അങ്ങനെ എങ്ങാണ്ടായി. ഈ കൊച്ചിനെ എനിക്ക് ദേഷ്യം വരിക. അന്നേരം ആഷർ വന്നപ്പോൾ ഞാൻ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് കതവ് തുറക്കുന്നത്. ഭയങ്കരമായിട്ട് ഈ ചൂട് പകൽ കൊണ്ടതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു. ഉള്ള തണുത്ത ജ്യൂസും ഇതെല്ലാം കുടിച്ചിട്ട് വൈകിട്ട് പനിക്കോളായിരുന്നു. എൻ്റെ കൊച്ചിൻ്റെ ചുമയെല്ലാം പോയതാണ്. ഞങ്ങൾക്ക് പനിക്കോളും വന്നു, ചുമയും വന്നു. ഞങ്ങൾ പിന്നെ കുരുമുളകൊക്കെ ഇട്ട് നല്ലതായിട്ട് കട്ടൻ കാപ്പി നല്ല ഇതായിട്ട് അങ്ങ് കടുപ്പത്തിലിട്ട് കുടിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ ചൂട് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിച്ച് മാറ്റമായി കിടക്കാൻ നേരമേ. അയ്യോ, ആരും തണുത്തതൊന്നും കുടിക്കില്ല കേട്ടോ, പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമായിപ്പോൾ. ചത്തെങ്ങാനും പോയെങ്കിലേ. എന്നിട്ട് പിന്നെ ആഷർ വന്നപ്പം ആഷറിനോട് ഞാൻ പറഞ്ഞു, അവൻ കഴിച്ചിട്ടല്ലേ വരുന്നത്, ഞാൻ കഥയെല്ലാം അടച്ച് ഗ്യാസൊക്കെ പൂട്ടിയോന്നും എല്ലാം നോക്കി, മോട്ടർ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇട്ട് നിറച്ചതാണ്. അവൻ വരുമ്പോഴേ ഒരു മോട്ടർ ഇടിയിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അതേ തൊട്ടേക്കില്ല, കാരണം നീ അങ്ങ് കുളിക്കാൻ കയറും, ഞാൻ കിടക്കാനും കയറും. നിറഞ്ഞു പോയെങ്കിൽ കിണറ്റിലെ വെള്ളമൊക്കെ തീർന്നെങ്കിൽ കറണ്ട് ചാർജും പോവും, മോട്ടറും കത്തി. അങ്ങനെയൊക്കെ ആഷറിന് താക്കീതും എല്ലാം കൊടുത്ത് ഞാൻ ഉറങ്ങാൻ കയറി. കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി പെട്ടെന്ന് കേട്ടോ. അതുകൊണ്ട് നേരത്തെ ഞാൻ 2 മണിക്കൂർ കഴിയുമ്പോൾ ഉണരുമല്ലോ. ഞാൻ ഉണർന്നു കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇല്ലേ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ. ഞാൻ ഓർത്തു ഇതെന്നാ പറ്റി, ഇതെന്നാ ഇടപാട്. ചെവി ഓർക്കുമ്പോൾ എന്നാ എൻ്റെ പൊന്നോ, മഴയെന്ന് പറഞ്ഞ് ആരെങ്കിലും കണ്ടായിരുന്നോ, അറിഞ്ഞായിരുന്നോ രാത്രി പെയ്ത മഴ? ഒയ്യോ, ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴായിരിക്കും തുടങ്ങിയത്, എനിക്കറിയത്തില്ല. ഞാൻ എന്നിട്ട് ഈ ഉണർന്നപ്പോൾ സമയവും നോക്കിയില്ല. ഞാനിങ്ങനെ മഴ പെയ്തതിൻ്റെ ഇതിൽ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് കിടക്കുവാണേ. എന്നിട്ട് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് മയങ്ങിയും പോയി. പിന്നെ ഒന്നും ശ്രദ്ധിച്ചില്ല. രാവിലെ നോക്കുമ്പോൾ നമ്മുടെ മുറിക്കകത്ത് ഡൈനിങ് ഹാളിൽ ഓടിൻ്റെ ഭാഗമാണ് ഡൈനിങ് ഹാള്. അവിടെ എല്ലാ വർഷവും മഴ തുടക്കത്തിലെ മഴയ്ക്ക് ഭയങ്കര ഇരച്ച് പെയ്യുന്ന മഴയ്ക്ക് ചോരും. നോക്കുമ്പോൾ എൻ്റെ തയ്യൽ മെഷീൻ ഇരുന്ന ഭാഗത്ത്, മെഷീനേലൊന്നും ഇല്ല, താഴെ ഭിത്തിയെക്കൂടാന്ന് തോന്നുന്നു വെള്ളം കിടക്കുന്നു. ബാത്റൂമിലോട്ട് ഇറങ്ങുന്ന ആ ഡോറിൻ്റെ അവിടെ താഴെയെല്ലാം വെള്ളം കിടക്കുന്നു. ഞാൻ പിന്നെ ഈ ബെഡ്ഷീറ്റ് പഴയതൊക്കെ അതൊക്കെ എടുത്തിട്ട് തുടച്ചു, കാരണം മോപ്പയിലൊന്നും നിൽക്കുകയില്ല. എല്ലാം തുടച്ച് രാവിലെ വിഴിഞ്ഞ് അങ്ങോട്ട് ഇട്ടിരിക്കുന്നു. ഉണങ്ങുകയല്ല, എന്നാ വിഴിഞ്ഞിട്ടാലും ഇനി ഉണങ്ങുകയല്ല. ഇനി കാർ ഷെഡിനകത്ത് അയയുണ്ട്, അതിനകത്ത് പുറയിലത്തെ ചാർത്തിലായുണ്ട്, അതിനകത്തൊക്കെ ഇട്ട് ഇനി തുണി ഉണക്കാൻ പറ്റുള്ളൂ. ഇനി വളരെ സൂക്ഷ്യം കണ്ടും വേണം കാര്യങ്ങൾ. ആശറൊക്കെ ഒരു ദിവസം 4-5 ഒക്കെയാണ് മാറുന്നത് വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ. ജോലിക്ക് പോകണം, പിന്നെ കുളിച്ചിട്ട് മാറുന്നതും ജോലിക്ക് ഇട്ടുകൊണ്ട് പോകുന്നതും. അയ്യോ, ഭയങ്കര ഡ്രസ്സ് മാറലുകാരന്. എല്ലാം ചാക്ക് പോലത്തെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാലം ഇനി മഴക്കാലം തുടങ്ങുവാണെന്ന് തോന്നുന്നു, നേരത്തെ തുടങ്ങുവാണെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രതീകമായിട്ട് ഇന്നലെ ഭയങ്കര മഴ പെയ്തു. വർഷമഴ പെയ്യുന്ന പോലെ ഭയങ്കര മഴ പെയ്തു. ഞങ്ങൾ കുറേ ചാക്കൊക്കെ, പ്ലാസ്റ്റിക് ചാക്കെല്ലാം അടുക്കി വിറകുപുരയുടെ മേളിൽ വെച്ചിരുന്നെല്ലാം നിരന്ന് വാരി മുറ്റം മുഴുവൻ നിറഞ്ഞു കിടക്കുമായിരുന്നു. വെള്ളമെല്ലാം പുറകിൽ നല്ലതായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഇപ്പോൾ ഇറങ്ങിപ്പോയി. അങ്ങനത്തെ മഴ പെയ്തെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ ആ ചൂടെടുത്തത് ഈ മഴയ്ക്ക് വേണ്ടിയായിരുന്നു. കിഴക്കെല്ലാം നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ രാമപുരത്തുള്ള ഒരാളെ വിളിച്ചപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ചൂടാണ്, മഴയില്ലെന്ന്. മഴയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കിഴക്ക് പെയ്തില്ലേ പിന്നെ നമുക്ക് പെയ്യുമോ? ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഴ ഇപ്പം 3 മഴ അടുപ്പിച്ച്, മിനിഞ്ഞാന്നും ഇന്നലെ, പിന്നെ ഇന്ന് വെളുപ്പിനെയായിട്ട് ഇപ്പം ഭയങ്കര മൂടിക്കിടക്കുവാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പ്രശ്നവും വരത്തില്ല, എല്ലാ ദിവസവും അങ്ങ് മഴ പെയ്തോളൂ എന്ന്. കാരണം വേണ്ട മൂടിക്കിടക്കുക. ഇനി മനുഷ്യനൊക്കെ സൂക്ഷിക്കണം, വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, തുണിയൊക്കെ മാറുമ്പോൾ അപ്പം അലക്കി ചാർത്തിലൊക്കെ വിരിച്ചിട്ട് ഉണക്കണം.
പിന്നെ ഇഴജന്തുക്കളെ എല്ലാം സൂക്ഷിക്കണം. അങ്ങനെ ഒത്തിരി. പിന്നെ എന്നാണേലും ദൈവത്തിൻ്റെ ഇതുപോലെ. എന്നാലും പിന്നെ വീട്ടിലൊക്കെ ചോർന്നൊലിച്ചൊക്കെ കിടക്കുന്നിടത്ത് അറിയാതെ പോയി തെന്നി വീണ എൻ്റെ പരിപാടിയാണ് എല്ലാ വർഷവും ഉള്ള. തെന്നി അലച്ച് കെട്ടി എൻ്റെ സ്പീഡിലല്ലേ ഞാൻ നടക്കുന്നത്. അപ്പോൾ ഈ വെള്ളമൊന്നും ശ്രദ്ധിക്കത്തില്ല, നമ്മൾ കാണത്തില്ലല്ലോ. ടൈലിങ്ങനെ വെളുത്ത ഇതാകുമ്പം വെള്ളത്തിൻ്റെ ഇത് നമ്മൾ അറിയത്തില്ല. നമ്മളിങ്ങനെ അങ്ങ് പോവും, എന്നിട്ട് തെന്നി വീഴും, ആരും അറിയാതെ എഴുന്നേറ്റും പോരും. അങ്ങനെ എപ്പോഴും സംഭവിക്കും. അങ്ങനെയൊന്നും ഉണ്ടാകാതെ എത്ര വീണിട്ടും ദൈവം ഒരു കുഴപ്പവും കൂടാതെ കാത്തു. അതാണ്. എന്നിട്ട് അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചാണ്. പിന്നെ രോഗങ്ങൾ പെട്ടെന്ന് ഇനി വേനൽ മാറി മഴയിലോട്ടായപ്പോൾ രോഗങ്ങൾ ഒക്കെ വരും. നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക, ടെൻഷനില്ലായിരിക്കുക. ഞാനിത് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ടെൻഷൻ്റെ കാര്യത്തിൽ ഞാൻ 100% മിടിക്കുക, 101% ടെൻഷൻ അടിച്ചേ നടക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഇച്ചിരി എല്ലാവരും എന്നെ ഉപദേശിച്ച്, നമ്മുടെ ജയക്കൊച്ച്, അജിതക്കൊച്ചും ഭയങ്കരമായിട്ട് എനിക്ക് വാട്സാപ്പ് നമ്പർ ഉള്ളതുകൊണ്ട് അവരെന്നെ എപ്പോഴും വിളിച്ചിട്ട്, ജയാണ് അടങ്ങിയിരിക്കുകയില്ല കേട്ടോ, നമുക്കൊരു പ്രയാസം ഉണ്ടെന്ന് അറിഞ്ഞാൽ അന്നേരം ജയ ഭയങ്കരമായിട്ട് നമ്മളെ വിളിക്കുകയും പറയുകയും പ്രാർത്ഥിക്കുകയും, ഭയങ്കര ഒരു മനസാക്ഷിയുള്ളൊരു പെങ്കൊച്ച. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ കാര്യം. നമുക്കുള്ളവരെല്ലാം നമ്മളെ പാരയും വെച്ച് നമ്മളെ കുഴിക്കകത്തോട്ട് വെക്കാൻ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു ബന്ധവും ഇല്ലാത്ത ഈ കൊച്ച് ഇങ്ങനെ കോട്ടയംകാരിയാണെന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ. ആ കൊച്ച് എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ഓർക്കുമ്പോഴത്തേക്കിന് എനിക്ക് എത്ര സന്തോഷമാണെന്നറിയാമോ. നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ്. എന്തൊരു ആത്മാർത്ഥം. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളതാണ്. ഒരു കുശുമ്പും ഇല്ല, ഒന്നുമില്ല. നല്ല സപ്പോർട്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും. എന്നെ അല്ലേ, നമുക്ക് വേറെ ഒന്നും പറയാൻ ഒന്നുമില്ല. പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ, അനുഗ്രഹിക്കാൻ മാത്രമേ ഉള്ളൂ നമുക്ക് പറ്റത്തുള്ളൂ. അനുഗ്രഹിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മുടി വളരുന്നതിൻ്റെയും കരിമംഗലത്തിൻ്റെയും പിന്നെ അതുപോലെ മുഖം വെളുക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോസ് ഇട്ടല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്നും കണ്ടിട്ടില്ല. അത് കണ്ടില്ലേ ഭയങ്കര നഷ്ടമാണ്. ഒരുപാട് കാശ് മുടക്കി ഒന്നും ചെയ്യണ്ട, ബ്യൂട്ടി പാർലറിലും പോകണ്ട, പിന്നെ നമ്മൾ ക്രീമുകളൊന്നും മേടിച്ച് പൈസ കളയണ്ട. നമ്മൾ പിന്നെ ഒത്തിരി അതും ഇതും നാച്ചുറൽ ആണെന്നേലും നമ്മൾ ഒത്തിരി അതും ഇതും ഒന്നും തേച്ചൊന്നും പൈസ കളയണ്ട. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. അതായത് മുടിയുടെ ആണെങ്കിലും, പിന്നെ മുഖം വെളുത്ത് ഗ്ലോ ആയി, പിന്നെ എന്തുവാ ടാൻ. ഇന്നലെ ഞാൻ പോയി ഭയങ്കര ടാൻ അടിച്ചല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ 4 മണിയായപ്പോൾ ഞാൻ ആരണ്ണോട് പറഞ്ഞു, നമുക്ക് ചെയ്താലോ, ഞാൻ ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു, ഇവിടെങ്ങാനും കിടക്കമ്മേ, ഇനിയും അത് ചെയ്യാൻ പോകുന്നു, അമ്മ ഒന്ന് റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. കൊച്ചിനെ എനിക്ക് ഭയങ്കര പേടിയാണ്. അവൻ വഴക്ക് പറഞ്ഞ കാരണം ഞാൻ ഓർത്ത് എന്നാൽ വേണ്ടെന്ന് ഓർത്ത്. പിന്നെയും എനിക്ക് മുഖം വല്ലാതെ ആവിക്കുന്നേ. അപ്പം ഞാൻ ഓർത്ത് ചെയ്താലോ എന്ന്. അവനോട് ചോദിച്ചപ്പം പറ്റത്തില്ല, നാളെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആ ടാനും അടിച്ചിങ്ങനെ ഇരിക്കാം, മുഖത്തും 2 കൈയിലും കാലേലും ഷൂ ഇട്ടാന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് വെയിലടിച്ചു ഓട്ടോയിലിരുന്നപ്പോൾ. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു നിങ്ങളെ ഒന്നുകൂടെ ഇന്ന് അതൊക്കെ കാണിച്ചു തരാം. മുടിയേലും ചെയ്തിട്ട് ഒരാഴ്ചയായി. അന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ ഞാൻ ഇന്നതാ മുടിയെ ചെയ്യുന്നതെന്ന്. കണ്ടോ, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. കണ്ടോ. പിന്നെ ഈ സൈഡ് ഉണ്ടോ, പുറയിലൊക്കെ മുടിയില്ലായിരുന്നു എനിക്ക്. പുറയിലുമൊക്കെ കണ്ട മുടി ഒറ്റ പൊഴിച്ചിലും ഇപ്പം ഇല്ല. അല്ലെങ്കിൽ ഈ മുടിയെ തൊടാൻ മേല. ഇങ്ങനെയൊക്കെ തൊടുമ്പോൾ ഇല്ലേ, ഇങ്ങനെ കയ്യേ വരും, തൊടണം പോലും ഇല്ല, കയ്യേ വരും. പിന്നെ അത് ഇങ്ങനെയെല്ലാം പൊഴിഞ്ഞ് ഉടുപ്പേ കൂടെ പെടലേ കൂടെ ഒക്കെ കിടക്കുവേ. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു കുഴപ്പവും ദൈവം സഹായിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ആണ് ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസം പോലും ആയില്ല കേട്ടോ. 1 മാസം പോലും ആയില്ല എൻ്റെ മുടിയെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. 1 മാസം എനിക്ക് പറയാം. ഞാൻ മാർച്ച് 31 ചെയ്യാൻ തുടങ്ങി. അപ്പം ഏപ്രിൽ 30
ആയപ്പം 1 മാസമായി ശരിയാ. പക്ഷേങ്കിൽ ആ 1 മാസം ഫുൾ എല്ലാ ദിവസവും ചെയ്തില്ല, ഒരു 2-3 പ്രാവശ്യമേ ആ 1 മാസത്തിനുള്ളിൽ ചെയ്തുള്ളൂ. ഇതിപ്പം വീണ്ടും ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ്, ഇന്ന് 10-ാം തീയതിയല്ലേ, 10 ദിവസമായില്ലേ. ഈ 10 ദിവസത്തിൽ 1 ദിവസമേ തേച്ചുള്ളൂ. അന്ന് നിങ്ങളെ വീഡിയോ ഇട്ട് കാണിച്ചു തന്ന ആ 1 ദിവസമേ ചെയ്തുള്ളൂ. പക്ഷേങ്കിൽ കണ്ടോ, ഈ ഒരു 3-4-5 പ്രാവശ്യം ചെയ്തോളെങ്കിലും ഈ 1 മാസവും 10 ദിവസവും കൊണ്ട് എൻ്റെ മുടി എന്തുള്ളു വെച്ചെന്ന് നോക്കി, നല്ലതായിട്ട് നീളം വെച്ചു. പഴയ മുടിയല്ല, അഴുക്കല്ല, പിന്നെ ചീകി നമ്മൾ പിന്നെ എന്താ പറയുന്നത്, ചെടയൊക്കെ കളഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് ബലമില്ലാത്ത ആരോഗ്യമില്ലാത്തതൊക്കെ കുറച്ച് അങ്ങ് പൊഴിഞ്ഞ് അതെല്ലാം അങ്ങ് പോയി. എന്ത് സാധനവും നമ്മൾ തേക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമേ നമ്മളുടെ മുടി ഒന്ന് പൊഴിയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ മുടിയെ വലിച്ചിട്ടൊന്നും വരുന്നില്ല, ഒന്നുമില്ല. അല്ല എനിക്ക് തൊടാൻ മേല, ഇങ്ങനെ തൊടുമ്പോഴേ ഇങ്ങനെ പോരുമായിരുന്നു. ഇപ്പം ആരോഗ്യം വെച്ചിട്ടുണ്ട് മുടിക്ക്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചെയ്തത് 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചുള്ളൊരു ടിപ്പാണ് ചെയ്തത്, തലയിൽ തേക്കുന്നത്. അത് ഞാൻ ഇന്ന് തേച്ച് തരാം, കാരണം എനിക്കിന്ന് തേച്ചേ പറ്റുള്ളൂ. ഒത്തിരി ദിവസമായില്ലേ തേച്ചിട്ട്, എല്ലാ ദിവസവും തേച്ചു, ഒരു പ്രശ്നവും ഇല്ല. മുടി നരയ്ക്കത്തുമില്ല. നമ്മൾ ഈ തുടക്കം തൊട്ട് കുറച്ചൊരു എന്താ പറയുന്നത്, നരയൊക്കെ തുടങ്ങുന്നതിനൊക്കെ കുറേ കാലം മുമ്പേ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, അങ്ങ് ഇത് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലേ ആയുസ്സി നരയ്ക്കത്തുമില്ല. നരച്ചാൽ തന്നെ അതെല്ലാം അങ്ങ് കറുത്ത് മങ്ങി അങ്ങ് പൊയ്ക്കോളും. കാരണം ഈ 3 ഇൻഗ്രീഡിയൻ്റ് ഇടുമ്പോൾ നല്ലതായിട്ട് മുടി വളരും, പിന്നെ നീളവും വെക്കും, ഉള്ളും വെക്കും, നരയ്ക്കത്തുമില്ല, താരം വരത്തില്ല. എല്ലാം നല്ല ഇതായിട്ട് മുടി നല്ല ആരോഗ്യത്തോടെ സിൽക്കി ആയിട്ടും നല്ല ആരോഗ്യവും ബലമുള്ള മുടിയും കിട്ടും. അപ്പോൾ നിങ്ങൾ പുതിയ മുടി എന്തുമാത്രമാണെന്നറിയാൻ വളർന്നു വന്നേക്കുന്നത്. അത് കാരണം ഇവിടെ എല്ലാം സ്പ്രിങ് പോലെ എൻ്റെ ഇത് കണ്ടോ, എല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കുക. അപ്പം എനിക്ക് ബോ വെച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇന്നലെ ഓട്ടോയിൽ പോയപ്പോഴത്തേക്കിനും എനിക്ക് ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുമായിരുന്നു. ഞാൻ ബോ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കറിയാമായിരുന്നു കുഞ്ഞുമുടി, പുതിയ മുടി, ബേബി ഹെയർ അതിങ്ങനെ പൊങ്ങി വരും, പറക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ബോ വെച്ചുകൊണ്ടാണ് പോയത്, അതുകൊണ്ട് നന്നായി. അപ്പോൾ ഞാൻ ആ തലമുടി വളരാനുള്ളതും നല്ല ഉള്ളുണ്ടാകാനുള്ളതും ആരോഗ്യം മുടിക്ക് വെക്കാനുള്ളതായ ആ പ്രധാനപ്പെട്ട ടിപ്പ്, അതായത് 1997 എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്ന, ഞാൻ ഇതുവരെയും അത് ചെയ്തില്ല, അനുസരിച്ചില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ മുട്ടയടിച്ചു പോയി. അപ്പം ഇപ്പോൾ ചെയ്യാൻ 1 മാസവും 10 ദിവസമായുള്ളൂ. അതിനകത്ത് 3-4 ദിവസമേ ചെയ്തതുള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ മുടിക്ക് ഭയങ്കര ഇതായി. പൊഴിച്ചിലില്ല, താരനില്ലെങ്കിൽ തന്നെ നമുക്ക് മുടി നല്ലതായിട്ട് അവിടെ ഇരുന്നോളും, നല്ല ആരോഗ്യത്തോടെ ഇരുന്നോളും, വളരുകയും ചെയ്തോളും. മുടി പൊഴിയാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ മുടി വൈറ്റ് കെട്ടി വെക്കുന്നത് ഇങ്ങനെ പുറകെ കൂടെ മൊത്തം ഇങ്ങനെ കുനിച്ചിട്ടിട്ട് ഇവിടെ കൊണ്ട് കുടുമി കെട്ടി, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കണ്ടില്ലേ, ആ കുടുമി കെട്ടി അങ്ങനെ വെക്കണം. അതെല്ലാം ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ വെക്കണം. പിന്നെ ഇതുപോലെ ഈ പറഞ്ഞ ടിപ്പ് അത് ചെയ്യണം. പിന്നെ നല്ലതായിട്ട് വെള്ളം കുടിക്കണം, നല്ലതായിട്ട് ഉറങ്ങണം, പിന്നെ നല്ല ആഹാരങ്ങളൊക്കെ സമയം കഴിക്കണം. അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുടിക്ക് നല്ല ഒരു പ്രശ്നവും ഇല്ല. ഈ വെള്ളം കൂടി പ്രധാനമാണ്. ഫ്രൂട്ട്സ് നമ്മളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പറിച്ച് കഴിച്ചാൽ മതി, കാശ് മുടക്കണ്ട. വീട്ടുമുറ്റത്തെ പച്ചക്കറി കഴിച്ചാൽ മതി, കാശ് മുടക്കണ്ട. അങ്ങനെയൊക്കെ മതി. എല്ലാത്തിനും നമ്മൾ ഭയങ്കര പൈസ മുടക്കിയൊന്നും വലിയ ആർഭാടം കാണിക്കേണ്ട, വീട്ടിലുള്ളത് മതി. പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ ചെയ്തോണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെള്ളവും. പിന്നെ സ്പെഷ്യലായിട്ട് എന്തോ കഴിക്കേണ്ട, ചിലവ് കുറഞ്ഞ രീതിയിൽ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാവേ. പിന്നെ മുഖത്തിൻ്റെ ടാനിൻ്റെ എന്നാ ചെയ്യേണ്ടതെന്നും അതുപോലെ കരിമങ്കല്ല് അതിന് എന്നാ ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഈ 3 ടിപ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുവാണെങ്കിലുണ്ടല്ലോ, ഡെയിലി ഇത് ചെയ്യുവാണെങ്കിൽ, ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യവും അതുപോലെ തന്നെ മുടിയും എല്ലാം ഇത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മിടുക്കരായിട്ട് അങ്ങ് പോകാം. ഉള്ള ആയുസ് വളരെ കുറച്ചുള്ളൂ, വൃത്തിക്ക് ജീവിക്കാം കേട്ടോ. അപ്പോൾ അത് ചെയ്യണം. ഞാനിപ്പം രാവിലെ അഷറിന് പോകണ്ടേ, ഞാൻ രാവിലെ കടലയും പുട്ടും ഉണ്ടാക്കാനായിട്ട്, ആരും കഴിക്കാതില്ലേ, രാവിലെ 7 മണിക്ക് ഓട്ടോ വരും.
കട്ടൻ കാപ്പി കുടിച്ചിട്ടാണ് പോകുന്നത്. ഇനി 10:45 വരുമല്ലോ. വരുമ്പോൾ പുട്ടും കടലയും റെഡിയാക്കി വെക്കും. അപ്പോഴത്തേക്ക് അത് കൊടുക്കാം. ബ്രൂ കോഫി അതും കൊടുക്കാം. അപ്പോൾ ആഷറിന് ഇപ്പം 8:10. ആഷറിന് പുട്ടും കടലയും ഉണ്ടാക്കുമ്പോൾ കഴിക്കുവാണെങ്കിൽ കഴിച്ചോട്ടെ. കഴിക്കത്തില്ല, മടിയാ രാവിലെ. അപ്പം എനിക്കെന്തായാലും കഴിക്കണ്ടേ, ആരണ്ണം കഴിക്കണ്ട. അതുകൊണ്ട് അതുണ്ടാക്കണം. അപ്പോൾ അതെല്ലാം എടുക്കുമ്പോൾ കാണിച്ചു തരാം. ചായമട്ട് എടുക്കുന്ന കാര്യത്തിൽ പിന്നെ സംശയമുണ്ട്. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. ചായയുടെ മട്ടെന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ പിശിടാണോ എന്ന് സംശയം വന്നിട്ടില്ല. ഞാൻ കാണിച്ചു തരാം ഇന്ന് എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ, ജോലി ചെയ്യട്ടെ. കുക്കറിൽ കടല ചീറ്റാൻ വെച്ചിരിക്കുന്നു. കടലയ്ക്കുള്ളതൊന്ന് വറക്കാൻ വേണ്ടി തേങ്ങ വറക്കാൻ പാൻ വെച്ചിരിക്കുന്നു. പുട്ടിന് വേണ്ടി ഒരു കുക്കർ റെഡിയായി വെച്ചിരിക്കുന്നു. പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാവേ. തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കൂടെ വേണ്ടേ 2-3 ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, ഇത്രയും ഇഞ്ചി, വറ്റൽമുളക്, കൊത്തമല്ലി ഇവിടെ ഇരുന്നത് കാണുന്നില്ല, നോക്കിയിട്ട് തീർന്നു കാണും. ഞാനെടുത്ത് പൊടിച്ച് കാണും. ഇനി ലാസ്റ്റ് മല്ലിപ്പൊടി ചേർക്കുക. അപ്പോൾ ഇത്രയും സംഗതി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഒത്തിരി ചൂടായാലില്ലേ തീയൽ പോലെ ഇരിക്കും, രുചിയേ കിട്ടത്തില്ല. ഇതങ്ങ് വറുത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. 3-4 പെരിഞ്ചീരകം കൂടെ ഇതിൻ്റെ കൂടെ ഇടാവേ. എണ്ണ ഒഴിക്കാതെ വറക്കണം. ഒന്ന് വെള്ളമയം പോയി പച്ചമണം പോയി ഒന്ന് വാടി വന്നാൽ മതിയേ. തീ ഇപ്പോൾ ലോയിലിട്ടിരിക്കുക. പിന്നെ ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ നമ്മൾ വേണ്ട 1 ടീസ്പൂൺ ഇത് 1/2 ടീസ്പൂണിൻ്റെ അളവിലുള്ള സ്പൂണാണ്. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഇട്ടത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി മതി. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി. ഏതേലും മുളക് പൊടി മതി. കാശ്മീരിയോ ചില്ലി മറ്റേ പിന്നെ നല്ല സാദാ മുളകില്ലേ, നല്ല മുളക് എരിവുള്ള, അതോ എന്തേലും മതി. കടലയ്ക്ക് പെരിഞ്ചീരകം മാത്രം അരച്ചാൽ മതി. ഗരം മസാല വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് ഇതൊന്ന് മൂത്ത് കഴിയുമ്പം ഒത്തിരി മൂത്ത് പോരുതേ. ആറിയിട്ട് കോഴിയും കുക്കറും എല്ലാം കൂടെ എന്നെ പറയാൻ സമ്മതിക്കുകയില്ല. ഈ പൊടിയൊന്ന് ചൂടായി കഴിയുമ്പോൾ ആറിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. അല്പം കുരുമുളക് പൊടി ഇടണേ, പറയാൻ മറന്നുപോയി. നല്ലൊരു ഫ്ലേവറാണ് കുരുമുളക് പൊടി ഇടുമ്പോൾ. നമ്മൾ ഇച്ചിരി തേങ്ങയും കൂടെ വറുത്തിടണം, അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പച്ചമുളക് കടലയ്ക്കകത്ത് കീറിയിട്ട് വേവിക്കാൻ മറന്നുപോയേ. നമ്മളൊരു 2-3 പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പുപൊടിയും കൂടി ഇട്ടാണ് വേവിക്കേണ്ടത്. പച്ചമുളക് കീറിയിടാൻ മറന്നുപോയി. അപ്പോൾ ആ പച്ചമുളകും പിന്നെ ഒരു സവാളയും ഈ തേങ്ങാക്കൊത്തും കൂടെ കറിവേപ്പിലയും ശകലം മല്ലിയിലയും കൂടെ ഞാനിങ്ങനെ വഴറ്റുന്നതിനകത്തിട്ട് റെഡിയാക്കിയെടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ആ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് കടല, വെന്ത കടല, ഒരു 2-3 ടേബിൾ സ്പൂൺ കടല മതി. അതുകൂടെ ഒന്ന് അരച്ചെടുക്കുക. നല്ല കൊഴുപ്പ് കിട്ടും, ടേസ്റ്റും കിട്ടും. ഓക്കെ, ഇതാ 2 ടേബിൾ സ്പൂണേ എടുത്തുള്ളൂ. ഇത്രയും കടല മതി. ഇതൊന്ന് ആറുമ്പോൾ ഇതുകൂടെ അരച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കടല റെഡിയാക്കി എടുക്കാമേ. പാൻ ചൂടാകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് കൊടുക്കാം, കറിവേപ്പില ഇടാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കടുക് ഇടണം. കടുക് ഇട്ടു. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിനൊരു കളർ പിടിക്കാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പിടിക്കാൻ 1 നുള്ളു ഉപ്പ് കൂടി ഇടാവേ. ഇനി നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് കിട്ടിയ ഒരു പാത്രത്തിൻ്റെ മേലെ വെച്ച് അങ്ങ് അരിഞ്ഞു. രാവിലെ നല്ല തിരക്കാം. തീ കൂട്ടി വെക്കാവേ. നല്ല ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച കടല ഞാൻ ഒരു ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്.
അതിവിടെ ഇട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വഴറ്റിയ സാധനം സവാള ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ടല്ലേ അരച്ചേ, അതുകൊണ്ട് നമ്മൾ ഈ പാനിനകത്ത് ചൂടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആ അരപ്പ് ഇങ്ങോട്ട് ഇടാം. അത് നമ്മൾ ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ കുറച്ച് വെച്ചിരിക്കുകയാണേ. അത് നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ലൈറ്റ് ഒന്നിട്ട് കാണിക്കാം, അപ്പം നിങ്ങൾക്കതിൻ്റെ കാണാമല്ലേ. ഇപ്പം ട്യൂബിൻ്റെ വെട്ടമുണ്ട്. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അരപ്പ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. കടലക്കറി മെനക്കെട്ട് വെക്കണം, അല്ലെങ്കിൽ ഇല്ലേ എപ്പോഴും ഇങ്ങനെ വെക്കുന്നവർക്ക് സ്പീഡാണ്. എനിക്കൊക്കെ സ്പീഡുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി വേറൊരു പരിപാടി, ഇച്ചിരി കടല എടുത്ത് അരച്ച് വെച്ചില്ലേ, അതോടെ ഇങ്ങോട്ട് കൊടുക്കാം. ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇനി ഇതൊന്ന് തീ കൂട്ടി വെച്ചൊന്ന് കണ്ടോ, ചുമന്ന കളറിലിരിക്കണമെന്നുള്ളവർ മുളക് പൊടി ഞാൻ ഇട്ടതിനേക്കാളും കൂടുതലിട്ടാൽ മതി. ഞാൻ 1/2 ടീസ്പൂണല്ലേ ഇട്ടത്, നിങ്ങൾ 1 ടീസ്പൂൺ ഇടുക. ഇതൊന്ന് തിളച്ചോട്ടെ. കണ്ടോ കുറുകുറ കടലക്കറി കണ്ടോ. ഇനി കുറച്ച് മല്ലിയില, കുറച്ച് മതി, ഒത്തിരി വേണ്ട. ഇനി ഇതാ ഇത്രയൊരു തക്കാളി, ഒത്തിരി തക്കാളി ഇടണ്ട, ഇത്രയൊന്ന് അരിഞ്ഞിടാം. ഇച്ചിരി ഉപ്പുകൂടെ വേണം, ഞാൻ ഉപ്പ് നോക്കിയപ്പോഴേ. അപ്പോൾ അതുകൂടെ ഒന്ന് ശക്കല ഉപ്പുകൂടെ ഒന്ന് ഇടുക. നല്ലതായിട്ട് തിളച്ചിട്ട് ഇട്ടാൽ മതി. ഉപ്പ് കല്ലിട്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോഴേ ഇടാവുള്ളൂ. പച്ചമുളക് ഇടണം, എന്നാലേ ഒരു ടേസ്റ്റുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് തീ ഏറ്റവും ലോയിൽ ഇങ്ങനെ വെക്കണേ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഈ മസാലയെല്ലാം കടലയിലും പിടിച്ച് എല്ലാം കൂടെ ഒന്ന് യോജിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ്. കടല എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് വരും. ഇങ്ങനെ ഒന്ന് കടലക്കറി വെച്ച് നോക്കണേ. ഇങ്ങനെ വെച്ചിട്ടില്ലാത്തൊരു തേങ്ങ വറക്കുമ്പോൾ ശ്രദ്ധിക്കണം, തീയലിൻ്റെ പോലെ ആകരുത്. ജസ്റ്റ് ആ തേങ്ങയുടെ വെള്ളമയം ഒന്ന് പോയി പച്ചച്ചൊവയൊന്ന് പോയി കിട്ടിക്കഴിയുമ്പോൾ പൊടികൾ വിട്ട് കൊത്തമല്ലിയും വറ്റൽമുളകും ഇടുന്ന ഏറ്റവും നല്ലത്. കൊത്തമല്ലി തീർന്നു പോയി, ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ മല്ലി പൊടിച്ചപ്പം അതുകൂടെ എടുത്തങ്ങ് പൊടിച്ചോന്നൊരു സംശയമുണ്ട്. എന്തായാലും ഞാൻ തന്നെ പൊടിച്ചു വെച്ച മല്ലിപ്പൊടിയാണ് ഇത്. മല്ലി ഉണങ്ങി പൊടിപ്പിച്ചതാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ടേസ്റ്റുണ്ട്. മായമൊന്നും ഇല്ലല്ലോ. പിന്നെ അപ്പോൾ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് യോജിക്കട്ടെ. അതിനകത്ത് ഇനി ഒന്നും ഇടാനില്ല, എല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റുണ്ട്. പെരിഞ്ചീരകം 3-4 കൂടെ ഇട്ടിരുന്നേ നല്ലതായിരുന്നു. ഇനി ഞാൻ പച്ചയ്ക്ക് ഇടുന്നില്ല, അല്ലേ പിന്നെ 3-4 പെരിഞ്ചീരകം കൂടെ വറുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഈ തിളയ്ക്കുന്ന സമയത്ത് അത് പിടിച്ചോളൂ. ഇച്ചിരി പെരിഞ്ചീരകത്തിൻ്റെ ചുവ കുറവുണ്ട്, ഞാൻ ശകലേ ഇട്ടുള്ളൂ. ഒരു നുള്ള് പെരിഞ്ചീരകം വേണം. പെരിഞ്ചീരകമാണ് കടലക്കറിക്ക് വേണ്ടത്. ഞാൻ ഒരു 3-4 വറുത്ത് അങ്ങോട്ട് ഇടാവേ. ഈ പാൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. 3-5 പെരിഞ്ചീരകവും കൂടെ ഞാൻ ഇട്ടു. അതിൻ്റെ കൂടെ ചൂടാക്കിയപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ, കടലയ്ക്കൊക്കെ നല്ല കുരുമുളക് പൊടിയുടെ ഉണക്ക കുരുമുളക് ചതച്ചിടുന്നത്, അതുകൂടെ അതിൻ്റെയൊക്കെ ഒരു മണവും രുചിയൊക്കെ നിൽക്കണം, എന്നാലേ ടേസ്റ്റുള്ളൂ. അപ്പോൾ അതുകൂടെ അങ്ങ് ഇട്ടു. ഇനിയിപ്പോൾ ഇത് ഒന്ന് വെട്ടിത്തിളച്ച് കഴിയുമ്പം തീ കൂട്ടി വെച്ചിരിക്കുകയാണേ. വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്തിടാം. ആഹാ, ഇപ്പോഴാണ് നല്ല അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. എന്നിട്ട് ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ സൂപ്പർ. ആരൺ എന്നാ പറയുമെന്ന് ആരണിന് ഇത് സ്പെഷ്യലായിട്ട് വെച്ചതാണെന്നൊന്നും ഞാൻ പറയത്തില്ലേ. ആരൺ കൂട്ടിയിട്ട് എന്നാ പറയുന്നത്, എന്ത് സാധനം കൊടുത്താലും മുളക് പൊട്ടിച്ച് കൊടുത്താലും പുള്ളി നമ്മളെ നല്ലതാണേ നല്ലത്, അഴുക്കാണ് അഴുക്ക് പറഞ്ഞിട്ടേ കഴിക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. അല്ല പിന്നെ ബാക്കി കഴിക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ.
പുള്ളി എന്നെപ്പോലെ ഞാനങ്ങനെ നല്ല രുചിയാണ്, നല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കഴിക്കുന്നത്. ആ വെക്കുന്നവർക്കൊരു സമാധാനവും സന്തോഷവും വരത്തില്ലേ. ഉപ്പ് നോക്കി ഇപ്പോൾ തീരുമെന്ന് തോന്നും. സൂപ്പർ. ഇപ്പോൾ ഈ ചുമലക്കടല വാങ്ങിച്ചാൽ മുഴുവൻ ഒരുമാതിരി ചൊവയാണ്, ഒരു വലിയത് കിട്ടത്തുമില്ല, ചെറുത്. അത് കാരണം എനിക്ക് വെള്ളക്കടല ഇഷ്ടം. ഇതിപ്പം വെള്ളക്കടലയുടെ ചെറുതാണ്, മുഴുത്തത് നല്ല രസമാണ്. നല്ല ചുമ്മാ ഉപ്പും മഞ്ഞളും ഇട്ട് ചീറ്റിച്ചിട്ട് വാരി കഴിക്കണം. എന്നാ നല്ലതാണെന്നറിയാം, ടേസ്റ്റാണ്, ഒന്നും ചേർക്കാതെ. അപ്പോൾ ഇതവിടെ ഇരുന്നിങ്ങനെ തിളയ്ക്കട്ടെ. ഞാനിനി അടുത്തത് മുളക്കുറ്റിപ്പുട്ട്, ഞങ്ങളുടെ മുളക്കുറ്റിക്കകത്ത് റാഗിപ്പുട്ടായിരുന്നേ, നമ്മുടെ പഞ്ഞപ്പുല്ല്, അതുണ്ടാക്കട്ടെ. വീഡിയോ നമ്മുടെ കടലച്ചേട്ടൻ്റെ മണം. ഞാൻ തീ നിർത്തി, എന്നിട്ടും ചട്ടിക്കകത്തായോണ്ട് തിളയ്ക്കുന്നത് കണ്ടോ. നമ്മുടെ കടലച്ചേട്ടൻ്റെ കൊഴുപ്പ് കണ്ടോ, മണം അടിക്കുന്നുണ്ടോ. ഇത് കണ്ടോ, ഇത് പുട്ടിനകത്ത്, റാഗിപ്പുട്ടിനകത്തോട്ട് ഇതങ്ങ് ഒഴിച്ച് കഴിക്കണം. ഈ തക്കാളി ഇട്ടുകൊണ്ടൊരു മസാലയുമായിട്ട് ചേർന്നപ്പോൾ മസാലയ്ക്കും കടലയ്ക്കും എല്ലാം ഒരു നല്ല ടേസ്റ്റ്. ഒരു ചെറിയൊരു പുളി വേണമല്ലോ മസാലയുള്ള കറിക്ക്. വേണ്ടേ, തക്കാളി, മല്ലിയില, കടല അരച്ച് ചേർത്തു, തേങ്ങ വാട്ടി ഒന്ന് ചൂടാക്കി അതരച്ച് ചേർത്തു, പെരിഞ്ചീരകം, കുരുമുളക്, ആഹാ, ഉള്ളിയും വെളുത്തുള്ളിയും ഞാനിങ്ങനെ വറുത്തരയ്ക്കുന്നതിനെല്ലാം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കും, ശകലം, ഒത്തിരിയല്ല. നല്ല ടേസ്റ്റാണ്. തീയലൊക്കെ വെക്കുമ്പോഴും ഞാനങ്ങനെ ചേർക്കും, നല്ല ടേസ്റ്റാണ്. ഇവിടെ ഈ തീയലൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ മാത്രം കൂട്ടേണ്ടിയോണ്ടാണ് വെക്കാത്തത്. ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ എപ്പോഴും അടുപ്പും പാതകത്തെ ഒരു ചട്ടിക്കകത്ത് പുളിശ്ശേരി, ഒരു ചട്ടിക്കകത്ത് തീയലും ഉണ്ട്. ഞാൻ ചുമ്മാ പൊങ്ങച്ചം പറയുന്നതല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ അതില്ലാതെ സമ്മതിക്കത്തില്ല. 3 ദിവസത്തേക്കൊക്കെ അമ്മ ഒരുമിച്ചങ്ങ് ഉണ്ടാക്കി വെക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്തിരുന്നോളും. മോരുകറി, പുളിശ്ശേരിയും അല്ലെങ്കിൽ വെള്ളരിക്കായും മാങ്ങായും, അല്ലെ വെള്ളരിക്കായും മോരും, അല്ലെ മുരിങ്ങയ്ക്ക മാങ്ങ, അങ്ങനെയുള്ള കറികൾ. ഇത് ഞാൻ ചട്ടി ഓഫാക്കിയിരിക്കുകയാണ് തീയെ, എന്നിട്ടും ചട്ടി ആയതുകൊണ്ട് ചെറിയ തിള കണ്ടോ, അവിടെ ഇരിക്കട്ടെ. നമുക്കത് ചെരിച്ചൊന്ന് മൂടി വെക്കാം. ഇനി മുളപ്പുട്ടുണ്ടാക്കട്ടെ. അപ്പം കടലക്കറി ഇഷ്ടപ്പെട്ടോ? കടലക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല സൂപ്പർ കടലക്കറിയാണ്. ഇതൊന്നും ഉണ്ടാക്കി നോക്കിയേ, ജോമാസ് വേൾഡ് വെച്ചതാ എന്ന് പറയണം. എന്നിട്ട് പുട്ടിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. പുട്ടും കടലക്കറിയും ഭയങ്കര ഒരു ടേസ്റ്റ് അല്ലേ. കഴിച്ചിട്ട് എല്ലാവരും എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണമെന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എളുപ്പം. എന്നിട്ട് മറക്കരുത്, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ലൈക്കേലൊക്കെ ഒന്ന് തൊട്ട് ലൈക്കൊക്കെ ചെയ്ത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് അറിയിക്കണം. അതുപോലെ ചെയ്യുക. ഞങ്ങൾ അറിയാവുന്നതിൻ്റെ പോലെയൊക്കെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫായിട്ടല്ലേ അങ്ങ് ചെയ്തു പോകുന്നത്. പിന്നെ വല്ല വ്ളോഗൊക്കെ വല്ലയിടത്തും പോകുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയ വേറെ കണ്ടൻറ്റൊക്കെ ഉണ്ടായ അന്നേരം നമ്മൾ അത് വീഡിയോയിൽ പകർത്തി ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് എന്തുവാ, കുക്കിംഗ് ആണോ, വ്ളോഗാണോ, എന്തുവാ നിങ്ങൾക്ക് ആവശ്യം, വേറെ എന്തെങ്കിലുമൊക്കെ ആണോ, അത് നിങ്ങൾ പറയുക. അതുപോലെ ചെയ്ത് കാണിക്കാം കേട്ടോ. ബോറടിപ്പിക്കത്തില്ല. ഞങ്ങൾ മനഃപൂർവ്വം ബോറടിപ്പിക്കുന്നതല്ല. നമ്മുടെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ ഫുള്ള് വീഡിയോയിൽ പകർത്തി നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അത് കണ്ട് രസിച്ചിരിക്കുന്നവർ, സമയം കൊല്ലുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ചിലർക്ക് ദേഷ്യം വരും, ചിലർക്ക് വേറെ വെറൈറ്റി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ആ വെറൈറ്റി എന്തുവാണെന്നുള്ളത് നിങ്ങൾ പറ, ആ കണ്ടൻറ്റിൽ ചെയ്ത് കാണിക്കാം. ഓക്കേ. അപ്പോൾ പുട്ടുണ്ടാക്കട്ടെ. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. മുളക്കുറ്റിയിൽ പുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ കാണിക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ മേടിച്ച് വെച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. 3-4 പ്രാവശ്യം ഉണ്ടാക്കി, പിന്നെ ഉണ്ടാക്കിയില്ല. ഇപ്പോൾ ഞാനത് വെള്ളത്തിൽ കുതിരായിട്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് അതുണ്ടാക്കി നന്നായിട്ട് പൊടിയാതെ കിട്ടിയെങ്കിൽ
കാണിക്കാം. കാരണം അത് നനയ്ക്കുന്ന പോലെയൊക്കെ ഇരിക്കും. മുളക്കുറ്റി ശ്രദ്ധിച്ച് വേണം പുട്ടുണ്ടാക്കാൻ. നല്ലതായിട്ടൊക്കെ നനവൊക്കെ കറക്റ്റായിരിക്കണം. ഓക്കെ, നമ്മുടെ കുക്കർ ആവി കയറിയിട്ടുണ്ടേ. ഞാൻ മുളക്കുറ്റിയിൽ പുട്ട് വാരിയിടട്ടെ കേട്ടോ. ഇപ്പോൾ കാണിക്കാവേ. മുളപ്പുട്ട് മുളക്കുറ്റി ഉണ്ടോ? ഇനി ഇതുണ്ടോ, ഒരു ചിരട്ടയും അതിൻ്റെ മേളിലൊരു ഇതൊക്കെ ഷോയ്ക്ക് വെച്ച് 3 തുളയൊക്കെ ആയിട്ട് കണ്ടോ. ഇത് നമുക്ക് ചിരട്ടപ്പുട്ടുണ്ടാക്കാം. ഇങ്ങനെ ഇതിൻ്റെ ഈ തുളയില്ലേ, ഈ വലിയ തുള, അത് നമ്മളുടെ കുക്കറിൻ്റെ ആ ഇവിടെ കയറ്റി വെച്ചാൽ നമുക്കിതിനകത്ത് ചിരട്ടപ്പുട്ടും ഉണ്ടാക്കാം. സൂപ്പർ, നല്ല ഐഡിയ അല്ലേ. ഇങ്ങനെ മൂടി വെക്കുക. അപ്പോൾ ഈ 3 തുളയ്ക്കകത്തൂടെ ആവി വരും. തീ കൂട്ടി വെച്ചേക്കുവാണേ, ആവി വരട്ടെ. അപ്പോൾ കാണിക്കാവേ. നിങ്ങളിങ്ങനെ മുളക്കുറ്റി വാങ്ങിക്കണം കേട്ടോ. നല്ല വിലയാണ് മുളക്കുറ്റി, ഉറി ഇങ്ങനെ പണ്ടത്തെ സാധനങ്ങൾക്കെല്ലാം നല്ല വിലയാണ്. നമ്മളെപ്പോലെ നൊസ്റ്റു ഉള്ളവർ ചെല്ലുമ്പം ചങ്കിടിച്ചു പോകും വില കേൾക്കുമ്പോൾ. എന്നാലും ഞാൻ വാങ്ങിക്കും. എൻ്റെ പൊന്നോ, ഇത് കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിൻ്റെ തെക്കേ നട എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇരിക്കുന്ന കടയാണ്. പണ്ടത്തെ ഇങ്ങനത്തെ ഐറ്റം എല്ലാം വിൽക്കുന്ന ഒരു കട. അയ്യോ, ഇപ്രാവശ്യം ഹസ്ബൻഡ് വന്നപ്പം അതുവഴി ചുമ്മാ ഞങ്ങൾ വേറെങ്ങോ പോയിട്ട് വയലിൻ്റെ എന്തോ നന്നാക്കാനായിട്ട് അതിൻ്റെ ഇപ്പുറത്തെ കടയാണ്. അപ്പോൾ അത് സ്ട്രിങ് മാറാനുള്ള, അത് മാറിയിട്ട് ചുമ്മാ ഞാൻ പുറത്തോട്ടിറങ്ങി കാറിലോട്ട് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ നടന്ന് നമ്മൾ കാറ് പാർക്ക് ചെയ്തെടുത്തോട്ട് പോയപ്പോൾ എൻ്റെ കണ്ണ് യാദൃശ്യമായിട്ട് വലത്തോട്ട് പോയപ്പോൾ ഈ കട കണ്ടു. എൻ്റെ പൊന്നോ, ആന കരിമ്പും കാട്ടി കയറുന്ന പോലെ അങ്ങോട്ട് കയറിയിട്ട് എന്തൊരു ആർത്തിയായിരുന്നു അറിയാമോ. ഈ മുളക്കുറ്റിയും മുറിയും എല്ലാം ചാടിയെടുത്ത് പിടിച്ച് ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് തലയിൽ ചൊറിഞ്ഞ് നിൽക്കുക. എല്ലാത്തേലും സ്റ്റിക്കറുണ്ട്. വില കേട്ടപ്പോൾ ഹസ്ബൻഡ് ഞെട്ടി നിൽക്കുവാണ്. ഞാൻ പറഞ്ഞു എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് വാങ്ങിച്ചു തരണം. അപ്പം പിള്ളേർ പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കുക, അല്ലേ നാണം കിടും, കടയിൽ നിന്ന് ഇറങ്ങത്തില്ലെന്ന്. അങ്ങനെ എന്തായാലും വാങ്ങിച്ചല്ലേലും തരും കേട്ടോ. പിന്നെ ഒന്ന് തലയിൽ ചൊറിഞ്ഞൊക്കെ നിൽക്കും വില കാണുമ്പോൾ. പ്രവാസികൾക്കല്ലേ അറിയത്തുള്ളൂ അവരുടെ ബുദ്ധിമുട്ട്. 1 രൂപ കളയണ അവർ 100 പ്രാവശ്യം ചിന്തിക്കും അല്ലേ. ദൈവമേ, പാവങ്ങൾ. അപ്പോൾ വേണ്ട മുളക്കുറ്റി, പിന്നെ ആവി കയറട്ടെ. നമ്മുടെ സാധാ മറ്റേ ഇതിനേക്കാളും ഒരു ശക്കലം കൂടെ ആവി വരാനായിട്ടൊരു ശകലം താമസമുള്ളതാണ്. പക്ഷേ ഇതേ വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് വരട്ടെ. സാധാരണ നമ്മുടെ പുട്ടുകുറ്റിയേക്കാളും ഒരു ശകലം ഒരു ബുദ്ധിമുട്ട്, ഇച്ചിരി സമയം കൂടെ കൂടുതലെടുക്കും. ഇന്നലെ എന്നോട് മുമ്പേ ചാൻസ് ചോദിച്ചു, സർവീസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ആ സ്റ്റെപ്പ് കയറിയപ്പോഴില്ലേ, നമ്മുടെ സ്റ്റെപ്പാണ്, നമ്മൾ സ്റ്റെപ്പ് ഞാൻ കയറി വഴിയിലോട്ട് പോയത്. എളുപ്പം വഴിയിലോട്ട് കയറാനായിട്ട് സ്റ്റെപ്പ് കയറുന്നതാണ് നല്ലത്. പുറകെ കൂടെ വളഞ്ഞു ചുറ്റി നമ്മുടെ കാറിൻ്റെ വഴി കൂടെ പോയാൽ വളഞ്ഞു ചുറ്റി വരണം. നമ്മുടെ സ്ഥലം, ഉപ്പാപ്പൻ്റെ സ്ഥലം എല്ലാം ഇങ്ങനെ വളഞ്ഞു വന്നിട്ടാ മെയിൻ റോഡിലോട്ട് വരുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എളുപ്പം ഈ നമ്മുടെ വീടിൻ്റെ മുൻവശത്തൂടെ കിടക്കുന്ന സ്റ്റെപ്പ് കയറുമ്പോൾ എളുപ്പം വഴി കയറും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ സഭയുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഉപവാസപ്രാർത്ഥനയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ആയിരുന്നു ഒച്ച കേട്ടത്. പിന്നെ എന്തുമായിരുന്നു, 14 മൈൽ പാമ്പാടി കഴിഞ്ഞ് കുറേ പോകുമ്പോഴാണ് 14 മൈൽ, അവിടെ ആയിരുന്നു ഫ്യൂണറൽ സർവീസ്. ഫ്യൂണറലിന് പോയത്. പിന്നെ എന്തുവാ, അല്ലാതെ മറ്റേ ഫ്യൂണറലിൻ്റെ സർവീസിൻ്റെ സൗണ്ട് അല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ പുറയിലത്തെ സഭയുടെ ഇതായിട്ട്. പിന്നെ ഓരോ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ആ ലൈക്ക് ബട്ടണിലും സബ്സ്ക്രൈബ് ബട്ടണിലും ഒന്ന് ഞെക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ഒന്ന് ചെയ്ത് അങ്ങനെ കാണണേ. ഞാൻ അങ്ങനെ 6 വീഡിയോ കണ്ടാലും നമ്മൾ കഷ്ടപ്പെട്ടല്ലേ, ഏത് പണിക്കും അതിൻ്റേതായ, ഏത് ജോലിക്കും അതിൻ്റേതായ അധ്വാനം ഇല്ലേ. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും ചെയ്യുമ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ പിന്നെ ഞങ്ങളുണ്ടോ? അതുകൊണ്ട് എല്ലാവരും ഈ ബുദ്ധിമുട്ടുള്ളവരും പ്രയാസമുള്ളവർ, ജോലിക്ക് പോകാൻ ആരോഗ്യമില്ലാത്തവർ, സാഹചര്യം ഇല്ലാത്തവരൊക്കെ അല്ലേ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. എന്തൊരു പാടുള്ള പണിയാണെന്നറിയാമോ. പിന്നെ നമ്മൾ എന്നിട്ട് ഇങ്ങനെ സഹിച്ചെല്ലാം ചെയ്യുന്നതിന് നമുക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ട്, നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യം മുതൽക്കുള്ള എനിക്ക് എല്ലാ ദിവസവും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും
ചെയ്യുന്ന കുറേ സ്ഥിരം ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഇന്നാൾ ഇരുന്ന് എല്ലാവരുടെയും പേര് വായിച്ചല്ലേ, ഇന്ന് ഞാൻ ഒന്നുകൂടെ അവരുടെ എല്ലാം പേര് വായിക്കുവേ. പിന്നെ ഞാൻ ഈ പാചകം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വായിക്കാം കേട്ടോ. മറ്റേ ടിപ്സും ഒക്കെ ഒന്ന് ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ആരൻ വരുമ്പോഴത്തേക്കിനും എല്ലാ പണിയും തീർത്ത് പിന്നെ ടിപ്സിൻ്റെ കാര്യത്തിലേക്ക് കിടക്കണം. അപ്പം എല്ലാവരും ഓർമ്മയിൽ വെക്കുക. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തങ്ങോട്ട് ഫ്രിഡ്ജിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് നന്നായിട്ട് ജോലിയെല്ലാം ചെയ്ത് കേട്ടോണ്ട് മതി. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഫോണിലോട്ട് നോക്കി വീഡിയോ എല്ലാം ഒന്ന് നോക്കിയാൽ മതി. കാണുന്നതിന് മുമ്പ് ലൈക്ക് ബട്ടൺ ഞെക്കണം, സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണം, കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഫുൾ വീഡിയോയും അങ്ങനെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട്, ഇപ്പോൾ ബെഡ്റൂമിലിരിക്കുമ്പോഴോ പിന്നെ ഹാളിലിരിക്കുമ്പോഴോ എവിടെ ആണെങ്കിലും നിങ്ങൾ ഫോണൊന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു. എന്നിട്ട് എനിക്കൊന്ന് വാച്ച് ടൈം അവേഴ്സിന് വേണ്ടി ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കേ.